സംസ്ഥാനത്തെ അന്ത്യോദയ അന്നയോജന വിഭാഗത്തിൽപ്പെടുന്ന വീട്ടമ്മമാർക്ക് ഒരു സന്തോഷ വാർത്ത. സർക്കാർ ഇന്ന് പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ഇന്നത്തെ ഈ പ്രഖ്യാപനം. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വനിതകൾക്ക് 1000 രൂപ പ്രതിമാസം പെൻഷനായി നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഒരു വാർത്തയാണ് ഇത്. ഇതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 രൂപയായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുള്ള സർക്കാരിൻ്റെ ഈ നീക്കം വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുമെങ്കിലും ക്ഷേമ പെൻഷനുകളടക്കമുള്ള ഇത്തരം പെൻഷനുകളിൽ വരുത്തിയ വർധനവും വീട്ടമ്മമാർക്ക് നൽകാൻ തീരുമാനിച്ച 1000 രൂപ പെൻഷനും വൻതോതിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ. 1600 രൂപ നിലവിലുണ്ടായിരുന്ന പെൻഷൻ ഒറ്റയടിക്ക് 2000 രൂപയായി വർദ്ധിപ്പിച്ചതിലൂടെ സർക്കാർ കൂടുതൽ ജനപ്രിയമാകുവാൻ ശ്രമിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ഈ പ്രഖ്യാപനം കേരള രാഷ്ട്രീയത്തിൽ വൻ ചർച്ചകൾക്ക് വഴിതെളിയിക്കുന്നതാണ്. ഇപ്പോൾ നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സെപ്റ്റംബർ മാസത്തെ പെൻഷൻ 1600 രൂപ തന്നെയാണ്. ഒക്ടോബർ മാസം മുതലുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുമ്പോഴാണ് 2000 രൂപയായിട്ട് ഇത് വർദ്ധിക്കുക. പെൻഷനും മറ്റു സർക്കാർ തലത്തിലുള്ള വിവരങ്ങളും നിങ്ങൾക്ക് യഥാസമയം ലഭ്യമാകുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. എല്ലാവിധ ക്ഷേമ പെൻഷനുകളെപ്പറ്റിയും അപേക്ഷിക്കുന്ന മാതൃകകളെപ്പറ്റിയും എല്ലാം ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് വിവരം ലഭിക്കുന്നതാണ്.